ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കോ നിലവിലെ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അത്തരമൊരവസ്ഥയിലേക്കാണ്. ഗാസയിൽ ഹമാസിന് നേരെ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ ഇസ്രായേലിന് നേരെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിരിക്കുന്നു യമനിലെ ഹൂതികൾ. ഇറാന്റെ പിന്തുണയോടെ യമനിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഭീകര മുസ്ലിം തീവ്രവാദ സംഘടനയായ ഹൂതികൾ ഇസ്രായേലിനെ ഒരിക്കൽ കൂടി ആക്രമിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ആദ്യമായിട്ട് ഇസ്രായേലിന് നേരെ ഹൂതികൾ ഒരു ആക്രമണം സംഘടിപ്പിച്ചിരിക്കുന്നു. അതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള പാലസ്തീൻ 2 എന്ന ഇറാൻ നിർമ്മിതമായിട്ടുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ എയർബേസായ നവാത്തിം എയർബേസിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹൂതികളുടെ സ്ട്രൈക്ക് ഉണ്ടായത്. ബാലിസ്റ്റിക് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ആക്രമണം ഉണ്ടായത്. എന്നാൽ അയൺ ഡോം സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്ട്രോയർ ഈ ആക്രമണത്തെ തകർത്തു എന്നും ആക്രമണം പരാജയപ്പെട്ടുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ആക്രമണത്തിൽ നവാത്തിം എയർബേസിന് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ ഇസ്രായേലിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്തതായുള്ള ഒരു വാർത്തകളും ഇതുവരെ പുറത്തു വരുന്നില്ല. എന്നാൽ ഇസ്രായേൽ ഈ ആക്രമണത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഇത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഹൂതികൾ പലതവണയായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ഈ പാലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. ആദ്യ തവണ ഈ മിസൈലിനെ അയൺ ഡോം പ്രതിരോധ സംവിധാനം തകർത്തുവെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വീണിരുന്നു. ആ അവശിഷ്ടങ്ങൾ വീണ് ഒരു സ്കൂൾ തകർന്നിരുന്നു. മറ്റ് ചില കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആകാശത്ത് വെച്ച് അയൺ ഡോം സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള മിസൈലുകളാണ് ഈ ബാലിസ്റ്റിക് മിസൈലിനെ തകർത്തത്. എന്നിട്ടും ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ രണ്ടാം തവണ ഈ പാലസ്തീൻ 2 എന്നുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ മാരകമായ പ്രഹരശേഷിയുള്ള ഒരു മിസൈലാണ്. ആ മാരക പ്രഹരശേഷിയുള്ള ആ ബാലിസ്റ്റിക് മിസൈൽ രണ്ടാം തവണ ഇസ്രായേലിന് നേരെ ഹൂതികൾ പ്രയോഗിക്കുമ്പോൾ അത് പൂർണ്ണമായും തകർക്കാനും പൂർണ്ണമായും അതിനെ പരാജയപ്പെടുത്താനും ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടോ, അതോ നവാത്തിം എയർബേസിൽ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ മിസൈൽ ആക്രമണത്തെക്കുറിച്ച് IDF ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഒരിക്കൽ കൂടി പശ്ചിമേഷ്യ യുദ്ധകലുഷിതമാവുകയാണ്. വെടിനിർത്തൽ കരാർ പലതവണയായി ലംഘിച്ച സാഹചര്യത്തിൽ ബന്ദികളെ വിട്ടയക്കാത്ത സാഹചര്യത്തിലാണ് ഹമാസിനെതിരെ ഗാസയിലേക്ക് കൂടുതൽ ആക്രമണം ഇസ്രായേൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹമാസ് നേതാക്കളെ, അതുപോലെ തന്നെ ഹമാസിനൊപ്പം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് PIJ തലവൻ അബു ഹംസ അടക്കമുള്ള നിരവധി ഭീകരവാദ നേതാക്കളെയാണ് ഗാസയിൽ ഇസ്രായേൽ തീർത്തത്. ഗാസയിൽ കഴിഞ്ഞ 10 മണിക്കൂറിനിടയിൽ 80 തവണയാണ് ഇസ്രായേൽ എയർ സ്ട്രൈക്ക് നടത്തിയത്. പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ബേസ് ക്യാമ്പുകൾ, ഹമാസ് വീണ്ടും ശക്തി പ്രാപിക്കാൻ വേണ്ടി തയ്യാറാക്കിയ കമാൻഡ് സെൻറ്ററുകൾ, അവരുടെ റഡാർ സെൻറ്ററുകളൊക്കെ തന്നെ ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്കിൽ തകർന്ന് തരിപ്പണമായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അൽ ബുറൈജ്, അൽ ഖസ, അതുപോലെ തന്നെ ഖാൻ യൂനിസ്, ജബാലിയ തുടങ്ങിയ നിരവധി പ്രദേശങ്ങളിലേക്കാണ് ഇസ്രായേലിൻ്റെ കനത്ത വ്യോമാക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിൽ സംഭവിച്ചത്. എന്തായാലും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം പൂർവാധികം ശക്തിയിൽ പുനരാരംഭിച്ചിരിക്കുന്നു. അതിനൊപ്പം ഹമാസിനെതിരെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രതികാരമായി ഇസ്രായേലിന് നേരെ ഹൂതികൾ, യമനിലെ ഭീകര സംഘടനയായ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതികൾ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നവാത്തിം എയർബേസിലേക്ക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ പാലസ്തീൻ 2 തൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഹൂതികൾ ചെങ്കടലിലെ അമേരിക്കയുടെ ഹാരി ട്രൂമാൻ എന്ന പടക്കപ്പലിന് നേരെയും ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ 72 മണിക്കൂറിനിടയിൽ 4ാം തവണയാണ് അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ, അമേരിക്കൻ ഡിസ്ട്രോയറുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇനി കാത്തിരിക്കേണ്ടതില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു. യമനിലെ ഹൂതികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കെല്ലാം
അതിരൂക്ഷമായ വ്യോമാക്രമണത്തിനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഹൂതികളുടെ അവസാനം അടുത്തിരിക്കുന്നു. ഹൂതി സംഹാരത്തിനുള്ള വലിയ നിർദ്ദേശമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. ഹൂതികൾ ചെങ്കടലിലൂടെയും ഏതൻ കടലിടുക്കിലൂടെയും അതുപോലെ തന്നെ അറബിക്കടലിലൂടെയും ഒക്കെയുള്ള സഞ്ചാര കപ്പലുകളെ, അതുപോലെ ചരക്ക് കപ്പലുകളെ, അതുപോലെ അമേരിക്കയുടെയും ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ, അമേരിക്കൻ പടക്കപ്പലുകളെ ഒക്കെ തന്നെ ആക്രമിക്കാൻ നിരന്തരമായി ശ്രമിച്ചിരുന്നതാണ്. ഇതിനുള്ള തിരിച്ചടി പലതവണ അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ ഹൂതികൾക്ക് നൽകിയിരുന്നതുമാണ്. എന്നാൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ തീർക്കുമെന്നുള്ള വലിയ മുന്നറിയിപ്പ് ദിവസങ്ങൾക്ക് മുൻപ് ഹൂതികൾ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൂതികൾ ഇപ്പോൾ ഇതാ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ നവാത്തിം എയർബേസിനെ ലക്ഷ്യമാക്കി ഹൂതികൾ മാരക പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലായ പാലസ്തീൻ 2 തൊടുത്തിരിക്കുന്നു. എന്നാൽ ഈ ആക്രമണം പരാജയപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഹൂതികൾക്ക് ഉടനടി തന്നെ ശക്തമായ തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണത്തിന് അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. എന്തായാലും യമനെ പൂർണ്ണമായും കത്തിക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും നീക്കം. ഇറാനെ ആക്രമിക്കുന്നതിനൊപ്പം ഇറാനിൻ്റെ പ്രോക്സികളായ ഈ ഹൂതികളെ സമ്പൂർണ്ണമായി നശിപ്പിക്കാനുള്ള യുദ്ധമാണിപ്പോൾ ഇസ്രായേൽ ആരംഭിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ആദ്യമായിട്ട് ഇസ്രായേലിന് നേരെ ഹൂതികൾ ഒരു ആക്രമണം സംഘടിപ്പിച്ചിരിക്കുന്നു. അതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള പാലസ്തീൻ 2 എന്ന ഇറാൻ നിർമ്മിതമായിട്ടുള്ള ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൂതികൾ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ എയർബേസായ നവാത്തിം എയർബേസിൽ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹൂതികളുടെ സ്ട്രൈക്ക് ഉണ്ടായത്. ബാലിസ്റ്റിക് മിസൈൽ, ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ആക്രമണം ഉണ്ടായത്. എന്നാൽ അയൺ ഡോം സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്ട്രോയർ ഈ ആക്രമണത്തെ തകർത്തു എന്നും ആക്രമണം പരാജയപ്പെട്ടുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ആക്രമണത്തിൽ നവാത്തിം എയർബേസിന് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയോ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ ഇസ്രായേലിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്തായുള്ള ഒരു വാർത്തകളും ഇതുവരെ പുറത്തു വരുന്നില്ല. എന്നാൽ ഇസ്രായേൽ ഈ ആക്രമണത്തെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം ഇത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം ഹൂതികൾ പലതവണയായി ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള ഈ പാലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കുന്നത് ഇത് രണ്ടാം തവണയാണ്. ആദ്യ തവണ ഈ മിസൈലിനെ അയൺ ഡോം പ്രതിരോധ സംവിധാനം തകർത്തുവെങ്കിലും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വീണിരുന്നു. ആ അവശിഷ്ടങ്ങൾ വീണ് ഒരു സ്കൂൾ തകർന്നിരുന്നു. മറ്റ് ചില കെട്ടിടങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു.